Guys, I want to വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാർട്ടിനെ കുറിച്ചാണ് പറയാനായിട്ട് വന്നതാണ്. സോ ഇവിടെ ഞാൻ ഇന്ന് ട്രേഡ് എടുക്കാനായിട്ടുള്ള മെയിൻ കാരണം ആൻഡ് ട്രേഡ് എടുക്കാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ഒരു മൂവ്മെൻ്റ് ആണ്. ഇതെന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽസ് വരുമ്പോഴത്തേക്കും ദർ ആർ ഹൈ പ്രോബിലിറ്റീസ് ദാറ്റ് ഇവിടുന്ന് റിട്ടേൺ വരാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് റിട്ടേൺ വരുമ്പോഴത്തേക്കും മാർക്കറ്റ് സ്ലോലി ആയിരിക്കും വരുന്നത്. ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം ബിഗ് പ്ലേയേഴ്സൊക്കെ മോസ്റ്റ്ലി സ്പാഡിൽസ് ആയിരിക്കും ബിൽഡ് ചെയ്യുന്നത്. ഈ സ്പാഡിൽസ് പ്രീമിയം ഡൈലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ അപ്പ് ആൻഡ് ഡൗൺ ഗെയിം കളിക്കുന്നത്. ഇപ്പം നമ്മൾ ട്രാപ്പ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഒരു ഇപ്പം 24,794 സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരൊറ്റ സ്ട്രെച്ചിൽ ഒരു നെഗറ്റീവ് പോയി. ആ സമയത്ത് നമ്മുടെ സി പ്രീമിയം നന്നായിട്ട് സ്പൈക്ക് ആവും. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്തിട്ട് നേരെ താഴോട്ട്. ആ സമയത്ത് സ്ലോലിയാണ് അവർ പി കൊണ്ടുവരിക. പി സ്ലോലി കൊണ്ടുവരുമ്പോഴത്തേക്കും പി പതിയെ ഡൈലൂട്ടായിട്ടാണ് കൊണ്ടുവരിക. അപ്പോൾ പിന്നകത്ത് സ്പൈക്ക് ആകുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്കറിയാം ഇതുണ്ട്. ഈ ഒരു രീതിയിലാണ് ഇവർ കൊണ്ടുവരിക. പതിയെ 26 അത് കഴിഞ്ഞിട്ട് ഒരു ലാസ്റ്റ് മൊമെന്റിലാണ് പ്രീമിയം ഒന്ന് സ്പൈക്ക് ആകുക. ഈ ഒരു സ്പോട്ടൊക്കെ ആകുമ്പോഴത്തേക്കും ഓക്കെ. ആൻഡ് ഇതുണ്ട്, സി ഡൈലൂട്ട് ആക്കിയിട്ടുണ്ട്, പി ഡൈലൂട്ട് ആക്കിയിട്ടുണ്ട്. ഇത് 24,900 ആണ്, ഞാൻ 24,800 ആണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. സോ നെക്സ്റ്റ് ടൈം പിന്നീട് സ്ട്രക്ചർ വരുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. മാക്സിമം പ്രോഫിറ്റ് ഹോൾഡ് ചെയ്യാനായിട്ട് നോക്കുക. Yeah, that's it.